നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബ്രൂവറി വിവാദമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കഞ്ചിക്കോടിൽ ഇപ്പോൾ അതിശക്തമാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇന്നലെ ഈ കഞ്ചിക്കോട് പോയിട്ട് കോൺഗ്രസും BJPയും കൊടികുത്തിയതും പ്രേക്ഷകർ കണ്ടു. അപ്പോൾ അത് ആളിക്കത്തിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് നാളെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കും. ഇന്ന് നിയമസഭയിൽ ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും മലമ്പുഴയിലെ വെള്ളം ചൂഷണം ചെയ്യാനുള്ള നീക്കം തടയുമെന്ന് പൊതുപ്രവർത്തകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് റോഷിപ്പാലിലേക്ക് പോകാം. ഇന്ന് BJP ജല അതോറിറ്റിയുടെ ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എലപ്പുള്ളിയിലും പ്രതിഷേധമുണ്ടാകും. ബ്രൂവറി വിവാദം നുരയുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും അത് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. സർക്കാർ പറയുന്നത് 600 കോടിയുടെ വികസന പദ്ധതി മുടക്കുകയാണ് പ്രതിപക്ഷമെന്നാണ്. പ്രതിപക്ഷം പറയുന്നത് പാലക്കാടിനുള്ള കാർഷികാവശ്യങ്ങളുടെയും കുടിവെള്ളത്തിൻ്റെയും ഒരു ഉറവിടം മുട്ടിക്കുകയാണ് ഈ പുതിയ പദ്ധതി എന്നാണ്. കാണാം നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടുവരാം. ജലലഭ്യത സംബന്ധിച്ച് ആധികാരികമായൊരു പഠനം നടത്താതെയാണ് വാട്ടർ അതോറിറ്റി ഈ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം നൽകാമെന്ന് ഏറ്റിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ജലത്തിൻ്റെ സോഴ്സ് എന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മലമ്പുഴ ഡാമാണ്. ഈ മലമ്പുഴ ഡാമിൽ പ്രതിവർഷം കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് വാട്ടർ അതോറിറ്റി അവർക്ക് വെള്ളം നൽകുക എന്നത് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണ് അന്ന് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മലമ്പുഴ ഡാം നിർമ്മാണം കഴിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് കാർഷിക ആവശ്യത്തിന് പരിഗണന കഴിച്ച് മാത്രമേ മറ്റാവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് മാത്രമാണ്. ഈ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം നൽകുന്നതോടുകൂടി ഈ കിൻഫ്രയിൽ എത്തുന്ന മലമ്പുഴയിലെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇത്തരത്തിൽ വ്യാവസായിക ശാലകൾക്ക് നൽകാനുള്ള ഒരു ഗൂഢനീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഇവിടെ നമ്മുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് നമ്മുടെ കൃഷി നശിപ്പിച്ചുകൊണ്ട് വ്യാവസായിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം പഠനം നടത്താതെ ജലം വിതരണം ചെയ്യുന്നതിനെതിരെയാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും ബ്രൂവറി വിവാദം കത്തുകയാണ്. റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപ്പാൽ, ബ്രൂവറി വിവാദം കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. BJPയും യൂത്ത് കോൺഗ്രസും സംയുക്തമായിട്ട് പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു. നിയമസഭയിൽ UDF ആഞ്ഞടിക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ ബ്രൂവറി വിവാദം ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് മാറുകയാണോ? ഡോക്ടർ അരുൺകുമാർ, ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു കഴിഞ്ഞു. പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രൂവറി അനുവദിച്ചതിൽ കോടികളുടെ അഴിമതി നടന്നു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള മുഴുവൻ നേതാക്കളും ആവർത്തിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ജലചൂഷണം ഉയർത്തി പ്രദേശത്ത് പ്രതിരോധം തീർക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നത്. സഭയിൽ നാളെ ഈ ബ്രൂവറി വിവാദം ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമം. മാത്രവുമല്ല, ഇതിൽ സർക്കാരിൻ്റെ വിശദീകരണം ഏറ്റവും നിർണായകമായിരിക്കും. മന്ത്രി തന്നെ പറഞ്ഞത് നേരത്തെ സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനം. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയുള്ള മദ്യനയത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രൂവറി അനുവദിച്ചത് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്. മാത്രവുമല്ല, ഒരു ബിസിനസ് പ്രപ്പോസൽ എന്ന രീതിയിലാണ് സമീപിച്ചത്. അങ്ങനെ പ്രപ്പോസൽ വരുമ്പോൾ അതിന് ടെൻഡർ വിളിക്കേണ്ടതില്ല എന്നടക്കമുള്ള വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും അംഗീകരിക്കാതെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം.